ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഞങ്ങളൊരു ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ എങ്ങുമല്ല പോകുന്നത്, കോഴിക്കോടുള്ള മർക്കസ് നോളജ് സിറ്റിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇത്താടെ മോൻ അക്കുവും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അക്കുവിനെ കൂടിയും പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് തന്നെ വരാനുള്ള പ്ലാനിലാണ് കേട്ടോ പോണത്. അത് കാരണം രാവിലെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇവരൊന്ന് റെഡിയാക്കി ഇവരുടെ താഴെ എണിച്ച് നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിപ്പോയിട്ട് പിന്നെ അവർ എത്ര വിളിച്ചാലും എണിക്കില്ല. അങ്ങനെ പിന്നെ ഒരു കണക്കിന് അവരെ വിളിച്ച് എണിപ്പിച്ച് അക്കുവിനെയും കൂട്ടി പിന്നെ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ഇനി പോണ വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലും ജസ്റ്റ് ഒന്ന് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാൻ പിടിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ യൂട്യൂബിലും ഇതൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ അവിടുത്തെ നോമ്പ് തുറയും കാര്യങ്ങളും 2500ഓളം പേർക്കുള്ള നോമ്പ് തുറയും പിന്നെ ആ പള്ളിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള മാതൃക. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പള്ളി ഇങ്ങനെ ഒരു നോമ്പ് തുറ ഇത്രയധികം ആളുകളെ ഒരുമിച്ച് നോമ്പ് തുറപ്പിക്കില്ല. അപ്പോൾ നമ്മൾ ദുബായിൽ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ അത് ആദ്യമായിട്ടാണെന്ന് തോന്നി. അപ്പോൾ നമുക്കൊന്ന് നേരിട്ടൊന്ന് അനുഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ കരുതി ഇറങ്ങിയതാട്ടെ. അപ്പോൾ പോകുന്ന വഴിക്ക് ദേ ഇവിടെ ഇങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഹൈവേയിൽ അവിടെ വർക്ക് നടക്കണാറാ നല്ല പൊടിയും ചൂട് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൂട്ട് നമ്മൾ അങ്ങനെ അധികം പോയിട്ടില്ല. അപ്പോൾ ഒരു ഉൾപ്രദേശത്തൂടെ പോകേണ്ട. അപ്പോൾ പോയപ്പോൾ അവിടെ ഇടയ്ക്ക് അവിടെ നിർത്തിയപ്പോൾ ഞാനൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ പിന്നെ എനിക്ക് പേടിയാവരുത് ശരിക്കും പറഞ്ഞാൽ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ന്യൂസ് വായിക്കുമ്പോൾ ഇതൊക്കെ കടുവ ഇറങ്ങി പുലി ഇറങ്ങി എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ പേടിയാവായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഉണ്ണിയൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൽ പോകുമ്പോൾ ചില അരുവികളും ഇതൊക്കെ കാണാം. അങ്ങനെ ഇതൊക്കെ കണ്ട് രസമാണ് ഉള്ളിൽ കൂടി പോകുന്നത്. പക്ഷേ രാത്രി നമ്മൾ ഇനി എന്തായാലും സിറ്റിയിൽ കൂടി തന്നെ നമുക്ക് പോരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പോകെ മേടിൽ കൂടി ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അതേ ഞങ്ങളിപ്പോൾ മലപ്പുറത്തേക്ക് കടക്കുകയാണ് കേട്ടോ. ഇപ്പം നോമ്പായത് കാരണം പിന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ പോണ വഴിക്കൊക്കെ ഒരേ കടകൾ കാണുമ്പോൾ ഞാൻ പറയും അവിടെ നിർത്തുക, അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇത് നോമ്പായ കാരണം പിന്നെ അതൊന്നും വേണ്ട, നേരെ നമുക്ക് ട്രാവലിംഗ് ചെയ്ത് അവിടെ എത്താവുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഏതായാലും വൈകിട്ടോട് കൂടിയാണ് നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണമെന്നും അങ്ങനെയും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഒറ്റ ദിവസത്തേക്ക് നമ്മൾ പോണ യാത്രയിൽ ഇങ്ങനെ അവരെയൊക്കെ കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ പോകുന്ന ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയുമെന്ന് തോന്നിയില്ല. അപ്പോൾ അവിടുന്ന് ഒരു 25 കിലോമീറ്ററും കൂടി അകലുണ്ട് കോഴിക്കോട് നിന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അത് പോകണോ പോകണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് അരീക്കോടാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റൂട്ടൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ. റോഡൊന്നും പ്രത്യേകിച്ച് മോശമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്. പിന്നെ അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വർക്ക് നടക്കുന്ന ആ സ്ഥലത്തൂടെ നമ്മൾ പോകുന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ലേഡീസിന് വേറെ സൗകര്യമൊക്കെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നോക്കി പോയതാണ്. അപ്പോൾ അതാ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അങ്ങനെ അതേ അരീക്കോടുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ അവിടെ എത്തിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഫ്രണ്ടിനെ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അത്ര ഇഷ്ടമാവും തോന്നുന്നില്ലല്ലോ നമ്മളിപ്പോൾ വീഡിയോയിൽ ക്യാമറയ്ക്ക് മുൻപിൽ വരാനും ഇതൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ അവരുടെ പുറത്തുകൂടി ഒന്ന് ക്യാമറ ഇങ്ങനെ ഓടിച്ചതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി പെരിന്തൽമണ്ണ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഉണ്ട് റൂട്ടൊക്കെ പറഞ്ഞു തരുന്നത്. ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയിട്ട് റൂട്ടൊക്കെ പറഞ്ഞു തരാൻ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ആ ഒരു രീതി ഇപ്പോൾ ഒരു കണക്കിന് നന്നായിട്ടായി. ലൊക്കേഷൻ ഇട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ ഇടയ്ക്ക് നിർത്തി ഇങ്ങനെ ഓരോ ഷോപ്പുകളിലൊക്കെ ചോദിക്കും. പലരും പല റൂട്ട് പറഞ്ഞു തരും. പിന്നെ ആകെ കൺഫ്യൂഷനാകും. അപ്പോൾ ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിൾ ലൊക്കേഷൻ ഇട്ട് പോകുന്നതും ഇതൊക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഇങ്ങനെ പെരിന്തൽമണ്ണ അതൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നല്ല മലകളും നല്ല സ്ഥലങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ്. പുറത്താണെങ്കിൽ നല്ല വെയിലുണ്ട്. നമുക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാനും തോന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ 3:30 ആകുമ്പോഴാണ് ഏകദേശം നമ്മൾ ആ സ്ഥലത്ത് അവിടെ എത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് മിക്ക ജില്ലയിലും ഒരേ ഫ്രണ്ട്സ് ഉണ്ട്. പെരിന്തൽമണ്ണയിലുണ്ട്. അവിടെ മുൻപ് പോയി ഞാൻ നിന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ കാലിക്കറ്റിൽ കുറേ പേരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആരുടെ അടുത്തും പറഞ്ഞില്ല. പിന്നെ എന്തായാലും നമുക്ക് അവരെ കാണാനും ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിലേക്ക് എത്തണം, ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ നമ്മളുടെ അന്നത്തെ ദിവസം പോകും. അന്ന് വൈകിട്ട് എന്തായാലും തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ സമയം പോകുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ നാളെ ക്ലാസ്സിലും
പോകണം അങ്ങനെ. അപ്പോൾ അതേ ഇനിയിപ്പോൾ മുക്കം വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ മുക്കം ഇവിടെ എത്തിയപ്പോൾ എൻ്റെ പിള്ളേർ പറയുമായിരുന്നു കാഞ്ചനമാലയുടെ സ്ഥലമായിരിക്കും, നടന്ന സ്ഥലമായിരിക്കും ഇതൊക്കെ, എന്നിങ്ങനെ കടക്കാപുരത്തോട്ടോ ഇതൊക്കെ. എന്നാൽ പൃഥ്വിരാജിൻ്റെ ആ സിനിമയുണ്ടല്ലോ, അപ്പോൾ അതിൽ കാണുന്ന ഇതൊക്കെ ഇങ്ങനെ പിള്ളേർ മനസ്സിലോർത്ത് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ പുഴയും അതിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു, ഇടയിലൂടെ ഇങ്ങനെ ആ കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ മൊയ്തീൻ വീണ് മരിച്ച പുഴയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുറേ സ്ഥലത്ത് നമുക്ക് അതിൻ്റെ സൈഡിലൂടെ പോകാൻ പറ്റിയില്ല. ഇതിനു മുൻപ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരെണ്ണമുണ്ട് കേട്ടോ മുക്കത്ത്. അപ്പോൾ നമ്മൾ അവിടെ പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട്, അവിടെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പുഴയും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ പോയിരുന്നു. ഇപ്പോൾ ആരോടും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ കാണാനും സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയേക്കാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ചെക്കിങ്ങും അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമുക്ക് പിന്നെ അകത്തേക്ക് കയറി പോകാം. അപ്പോൾ അകത്ത് ആ ഗേറ്റ് കിടക്കുമ്പോൾ വിശാലമായ ഒരു ലോകമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പല പല സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫ്ലാറ്റുകൾ കുറേ ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലുണ്ട്, പിന്നെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, പിന്നെ മെയിനായിട്ട് അവിടുത്തെ പള്ളിയാണ് ഇവിടുത്തെ ശരിക്കുള്ള ഹൈലൈറ്റ് കേട്ടോ. പള്ളിയുടെ ഒരു പ്രത്യേക ഒരു ഭംഗി. പിന്നെ നമ്മൾക്ക് ലേഡീസിന് എന്തായാലും അതിൻ്റെ അകത്ത് കയറി കാണാനൊന്നുള്ള ഭാഗ്യമൊന്നുമില്ല. അതിനിപ്പോൾ ഏതെങ്കിലും സമയത്ത് ഉണ്ടാകുമോ എങ്ങനെയൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ താഴെ ഒരു ഹോളിലായിരുന്നു ലേഡീസിന് നമസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലവും ഇതൊക്കെ ഏർപ്പാടാക്കിയിരുന്നത്. അപ്പോൾ ആ പള്ളിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇതൊക്കെ ഉണ്ണി കയറിയൊക്കെ പിടിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇത്രയും ദൂരം വന്നിട്ട് നമുക്കതൊക്കെ മിസ്സായതുപോലെ തോന്നിയിട്ട്. പിന്നെ ആളുകൾ ഇവിടെയൊക്കെ വന്നിങ്ങനെ കുറേ ഇങ്ങനെ നമുക്ക് ചുറ്റി കണ്ടിട്ട് നമുക്ക് കാർ അവിടെ നിർത്തിയിട്ട് നമുക്ക് നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങും എത്തൂല. കാരണം ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കിടക്കണം. അപ്പോൾ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ റൗണ്ട് അടിച്ച് ഓരോ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ശരിക്കും അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും ഇതൊക്കെ പള്ളിയുടെ സൈഡിൽ ഇവിടെയൊക്കെ താഴെ പണിതിട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ ചില കടകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നതൊഴിച്ചാൽ വലിയ അങ്ങോട്ട് വികസിച്ച് ഇത് വന്നിട്ടില്ല കേട്ടോ. അതിനെ ആക്കി എടുത്തിട്ട് വേണം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു പ്രദേശത്ത് ഇത്രയും വികസനം കൊണ്ടുവന്നു ഇത്രയൊക്കെ ആക്കിയെടുക്കാന്ന് വെച്ചാൽ അത് വലിയൊരു ഇതാണത്, കഴിവാണത്. ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നത് അതിൻ്റെ എൻജിനീയേഴ്സിൻ്റെയും അല്ലാതെയുള്ള അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരുടെയും ഇതൊക്കെ ഒരു കഴിവാണ് ഇത്. ശരിക്കും ഒരു വിദേശത്ത് നമ്മൾ വന്നൊരു ഫീലിംഗാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് എത്തുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് എല്ലാ സ്ഥാപനങ്ങളുടെ അതിലേക്ക്, ഇതാണ് കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും പിന്നെ ഹോട്ടൽസ് ഉണ്ട്, അങ്ങനെയൊക്കെ എല്ലായിടത്തും നമ്മളിങ്ങനെ കാറിന് ഇങ്ങനെ റൗണ്ട് ചുറ്റി ഇങ്ങനെ വന്ന് കണ്ടു കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് നിന്ന് ഫോട്ടോയും ഇതൊക്കെ എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഇനിയിപ്പോൾ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, അവിടെ കിടന്ന് ഉറങ്ങുക എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും പിന്നെ അസറിൻ്റെ സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ 3:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ കുറച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ അസർ വാങ്ങി കുളിച്ച് പിന്നെ ഇനി നമ്മൾ അകത്ത് കയറി പിന്നെ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞ് അകത്ത് നല്ല തണുപ്പും നല്ലൊരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല വെയിലായിരുന്നു. പിന്നെ എനിക്ക് തലവേദന എടുത്തിട്ടും ഉണ്ടായില്ല ഈ വെയിലടിച്ചിട്ടും ഇതൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫ്ലാറ്റിൻ്റെ സൈഡിലുള്ള വഴി കൂടി പോയതാണ്. അപ്പോൾ അവിടെ ഷട്ടിൽ കോർട്ടും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചാനലിൽ കണ്ടായിരുന്നു അവിടെ തണ്ണിമത്തൻ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് ഇതൊക്കെ. അപ്പോൾ അവിടുത്തെ തണ്ണിമത്തൻ പറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും നോമ്പ് തുറക്കാനായിട്ട് തരുന്നത് ഇതൊക്കെ. ഇപ്പോൾ അതാ കാണുന്നതാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അത് അതേ തണ്ണിമത്തൻ അവിടെ ഇഷ്ടംപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഫുഡ് തരുമ്പോൾ അതിൻ്റെ അകത്തും ഓരോ കഷ്ണങ്ങൾ ഉണ്ടാകും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ നല്ല നാടൻ തണ്ണിമത്തൻ നമുക്ക് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ടി വിയിൽ ഇങ്ങനെ അന്ന് ന്യൂസിൻ്റെ ഇടയ്ക്ക് കാണിച്ചപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ നേരിട്ട് കാണണം എന്നൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ വെജിറ്റബിൾ കൃഷിയും ഇതൊക്കെ തുടങ്ങിയും ഇതൊക്കെ ചെയ്യുന്നത് പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദേ താഴെ ഇറങ്ങി. അപ്പോൾ ആണുങ്ങൾക്ക് അവിടെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ കയറി പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാം. ഈ അകത്തൂടിയായിരുന്നു മുകളിലേക്ക് കയറണത്. ദേ മെയിൻ ഗേറ്റാണിത്. ഒരു പ്രത്യേക രൂപഭംഗിയായിരുന്നു കേട്ടോ ആ പള്ളി. അപ്പോൾ എനിക്കത് അകത്ത് കയറി കാണാൻ അമ്മവും പറയുമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഈ പള്ളിയുടെ ഇവിടെ തന്നെ റൗണ്ട് നമുക്ക് ചുറ്റി വരാം കേട്ടോ. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അവിടെയൊക്കെ റൗണ്ട് ചുറ്റുന്നതുണ്ടല്ലോ, അതുപോലെ നമുക്ക് റൗണ്ട് ചുറ്റി വരാം. അപ്പോൾ പിന്നെ അക്കുവാണ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ അക്കു പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി റൗണ്ട് ചുറ്റി വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി മൊത്തം ഒന്ന് റൗണ്ട് ചുറ്റി എല്ലാത്തിൻ്റെ അടുത്തുകൂടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ പോയി വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പള്ളിയിലേക്ക് ഇനി കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അക്കു വണ്ടി നിർത്തി കഴിയുമ്പോൾ അക്കു പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പിന്നെ ഒന്നുകൂടിയും കാറെടുത്ത് ഇങ്ങനെ വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ മാത്രമല്ല വേറെ ആളുകൾ ഇങ്ങനെ കാറായിട്ട് ഇങ്ങനെ റോന്ത് ചുറ്റിയൊക്കെ നടക്കണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയാലും
ഇഷ്ടംപോലെ ആളുകൾ ദൂരെ നിന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതിൻ്റെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ പ്രയർ ഹോളിലും അവിടെയൊക്കെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ചെയ്തില്ല, കാരണം ലേഡീസൊക്കെ ഇരിക്കുന്ന കാരണം അവരുടെയൊക്കെ സേഫ്റ്റി ഇത് അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണോന്നില്ലല്ലോ. അപ്പോൾ ഇത് ഉണ്ണി പിടിച്ചതാണ് കേട്ടോ. പിന്നെ അക്കുവിൻ്റെ ഫോണിൽ പിടിച്ചിട്ട് അക്കു സെൻഡ് ചെയ്ത് തന്നതും ഇതൊക്കെയാണിത്. അപ്പോൾ ഇത് ആണുങ്ങളുടെ ഇതൊക്കെ പിടിക്കാൻ പറ്റി. സ്ത്രീകളുടെ ഞാൻ അങ്ങനെ മൊബൈലിലൊന്നും പകർത്തിയില്ല. പിന്നെ നമ്മൾക്ക് ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ അന്ന് 9-ാം തീയതി അന്ന് വരെ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീകൾക്കുള്ള ഇഫ്താർ കേട്ടോ. അപ്പോൾ ഇനി അവിടെ അനൗൺസ് ചെയ്യണ്ടായിരുന്നു പ്രത്യേകിച്ച്. അപ്പോൾ ഇനി ഇവിടെ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്യണം. ഇനി ആരെങ്കിലുമൊക്കെ വരാതിരിക്കണ്ടെങ്കിൽ അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം എന്ന് പറയണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയ അന്ന് വരെ ഉള്ളൂ എന്നാണ് അവിടെ എഴുതിയിരുന്നത്. പിന്നെ അന്ന് ഞായറാഴ്ച ആയിരുന്നു, ദൂരെ നിന്ന് ആളുകളൊക്കെ വന്നത് കാരണം പിന്നെ അവർ വിളമ്പിയതാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മന്തി ഉണ്ടായിരുന്നു. മന്തി റൈസ്, കപ്സ റൈസ് ഇതൊക്കെ പോലത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് മസാലയൊന്നും ഇട്ടില്ലെങ്കിലും അതിലൊരു തക്കാളി ചട്നി ഇങ്ങനെ തൂവി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടി ആ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ആ തണ്ണിമത്തനും ഞങ്ങൾ കഴിച്ചു. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, അത് സർവത്ത് കളിക്കാൻ നല്ല നാരങ്ങ വെള്ളമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരം ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തൻ, പിന്നെ ഈന്തപ്പഴം എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് അവർ സ്ത്രീകളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി പിന്നെ അവരെല്ലാം വിരിച്ച് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എല്ലാവരെയും ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ. അപ്പോൾ അവർ കുറേ വോളണ്ടിയേഴ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാം മേൽനോട്ടം വഹിക്കാനും നല്ല ഉഷാറായിട്ട് നടക്കുന്ന നല്ല ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. അവർ നന്നായി എല്ലാം കൈകാര്യം ചെയ്തൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൈസ് വേണമെങ്കിൽ പിന്നെയും അവർ തരും കേട്ടോ. ചിലപ്പോൾ 4 പേരാണ് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ ആണുങ്ങളുടെ സൈഡിൽ 5 പേരായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഒരു പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു അങ്ങനെ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ആ ഷോപ്പിൽ നിന്നൊക്കെ ചോക്ലേറ്റും ഇതൊക്കെ വാങ്ങിച്ച് അങ്ങനെ കഴിച്ചു. അങ്ങനെ അത്ര വലിയ കടയെന്ന് പറയാനൊന്നുമില്ല, ചെറിയ പിന്നെ ഡ്യൂട്ടി ഷോപ്പ് കടയുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഇതൊക്കെ കടകളും ഇതൊക്കെ ആയിരുന്നു. ഫോറിൻ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ ലൈറ്റൊക്കെ തെളിഞ്ഞപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അവിടെ. അപ്പോൾ അത് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ നമുക്കിനി എന്തായാലും അത്രയും ലോങ് പോകട്ടെ. പിന്നെ ഇനി ഇഷ കഴിയാൻ നിന്നില്ല. അപ്പം നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ പോവുകയാണ് വീട്ടിലേക്ക്, ഇനിയിപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേ ആകുന്നില്ല. അപ്പോൾ ഉള്ള സമയത്ത് വീട്ടിലേക്ക് എത്താമെന്ന് കരുതി. ഇപ്പോൾ ഒരു 7:45 ഒക്കെ സമയമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഇതൊക്കെ ആയിരുന്നു. കാരണം ക്യാമറയിൽ പകർത്താൻ പറ്റാത്ത ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു, ലേഡീസും ഇതൊക്കെ ആയിട്ടുള്ള നിസ്കാരവും ഇതൊക്കെ. അതൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.